ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഡീസൽ ഹാച്ച് ബാക്ക് എന്നാണ് ടാറ്റ ഈ വാഹനത്തെ വിശേഷിപ്പിക്കുന്നത്. ഈ വണ്ടിയിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങൾ. 1500 cc ടാറ്റയുടെ സ്വന്തം റെവോട്ടോർക്ക് എഞ്ചിനാണ്. ടാറ്റ ഡെവലപ്പ് ചെയ്തേക്കുന്ന ഒരു എഞ്ചിനാണ്. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ തീരെ റിഫൈൻമെന്റ് ഇല്ല കേട്ടോ. ഒരുമാതിരി കഫക്കെട്ട് പിടിച്ച പോലത്തെ കള 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 എന്ന് പറഞ്ഞൊരു ശബ്ദമാണ്. പക്ഷേ ഇതിന്റെ മെച്ചം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫ്യൂൽ എഫിഷ്യൻ്റ് ആണ്. നമുക്ക് ഹൈവേസിൽ അപ് ടു 25 വരെയൊക്കെ കിട്ടാറുണ്ട്. ആൻഡ് ഇതിപ്പോൾ 1,20,000 കിലോമീറ്റേഴ്സ് ക്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇതുവരെ യാതൊരു പ്രശ്നങ്ങളും ഈ വണ്ടി നമുക്ക് തന്നിട്ടില്ല. നെക്സോൺ ഡീസലും ഇതേ സെയിം എഞ്ചിനാണ് വന്നേക്കുന്നത്. പക്ഷേ അതിൻ്റെ അകത്ത് 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. പക്ഷേ ഇതിലൊരു 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. ഈ ഗിയർ ബോക്സിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര പ്ലേ ഒക്കെ വരും. അതായത് ബസ്സിനൊക്കെ ഇടുന്ന പോലത്തെ ഒരു ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ BMW കണ്ട മാതിരി ഇതിൻ്റെ ക്ലെയിംഡ് ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 160, 165 ഒക്കെയാണ്. പക്ഷെ നമ്മൾ 180 ക്ലോക്ക് ചെയ്തിട്ടുണ്ട് വിത്ത് 4P. ഈ സെഗ്മെന്റിൽ തന്നെ ഏറ്റവും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റിയർ റോ സ്പേസ് ആണ് ഈ വാഹനത്തിൽ വന്നേക്കുന്നത്. ഇതിൻ്റെ സീറ്റ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ കണ്ടോ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും. പക്ഷേ ഇതിൻ്റെ സീറ്റ്സ് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ റിയർ റോയിൽ ഒട്ടും അണ്ടർ തൈ സപ്പോർട്ടും കാര്യങ്ങളും വന്നിട്ടില്ല. എന്നാൽ ഇതിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ ഇത് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. നല്ല അണ്ടർ തൈ സപ്പോർട്ട്സ് ഉള്ള റിയർ സീറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത്. ആൻഡ് ഈ വണ്ടിയുടെ പുതിയ അപ്ഡേറ്റിൽ വന്നേക്കുന്നത് വെച്ചാൽ ഇതിന് സൺറൂഫ് പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഹെഡ് റൂം സത്യം പറഞ്ഞാൽ ആക്ച്വലി കുറഞ്ഞിട്ടുണ്ട്. അത് സത്യം പറഞ്ഞാൽ പുതിയ അപ്ഡേറ്റിൽ വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇന്ന് ഈ സെഗ്മെന്റിലുള്ള ഒരേ ഒരു ഡീസൽ ഹാച്ച് ബാക്ക് ആണ് ആക്ച്വലി ടാറ്റ ഓൾട്രോസ് ഡീസൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ടാറ്റയ്ക്ക് ഇതിനെ ഈ സെഗ്മെന്റിൽ ഏറ്റവും മികച്ച ഡീസൽ ഹാച്ച് ബാക്ക് എന്ന് വിളിക്കാൻ സാധിക്കും. കഴിഞ്ഞ 1,20,000 കിലോമീറ്റർ ആയിട്ട് ഈ വാഹനം നമ്മൾ ഉപയോഗിക്കുന്നു. പൊതുവേ ടാറ്റയുടെ സർവീസ് സെന്ററുകളെ പറ്റി ഭയങ്കര മോശം അഭിപ്രായമാണെങ്കിൽ നമുക്ക് ഇതുവരെ മോശം അനുഭവങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ആൻഡ് ഈ വാഹനം നമ്മളെ ഇതുവരെ വഴിയിൽ എവിടെയും കിടത്തിയിട്ടില്ല. കൂടാതെ നല്ല ഫ്യൂൽ എഫിഷ്യൻസി നൽകിയിട്ടുണ്ട്. പറഞ്ഞതിനേക്കാളും ടോപ്പ് സ്പീഡ് 4 അഡൽസിന് വെച്ച് നൽകിയിട്ടുണ്ട്.